ഇറാനുമായുള്ള യുദ്ധം പുതിയതും കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഒരു F-15E യുദ്ധവിമാനം ഇറാനിയൻ സൈന്യം വെടിവെച്ചിട്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും ലക്ഷ്യമാക്കി തകർന്നു വീണ ഇറാന്റെ അവകാശവാദം, അതായത് തകർക്കപ്പെട്ടു എന്നതിന്റെ ഇറാന്റെ അവകാശവാദം സംഘർഷത്തിന്റെ തീവ്രത എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. തകർന്ന യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്തുന്നതിനായി നടത്തിയ ദൗത്യത്തിനിടെയായിരുന്നു ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. സാധാരണയായി അത്യന്തം അപകടകരമായ മേഖലകളിലും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടത്താൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. യുദ്ധത്തിന്റെ സ്വഭാവം കൂടുതൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് മാറുകയാണ് എന്നതിന്റെ വ്യക്തമായ വിലയിരുത്തൽപ്പെടുകൾ കൂടുകയാണിത്. അതായത് 5 ആഴ്ചയായി നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷത്തിനിടെ F-15E പോലെ ഒരു ആധുനിക യുദ്ധവിമാനം തകർന്നത് ഇത് ആദ്യമായാണ്. അതായത് ഈ സംഭവത്തിന്റെ ഗൗരവം അതാണ് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലൂടെ 2 ക്രൂ അംഗങ്ങളിൽ ഒരാളെ രക്ഷിക്കാനായി എങ്കിലും മറ്റൊരാളുടെ നില അതായത് ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതായത് അനിശ്ചിതത്വത്തിലാണ്. ഈ നഷ്ടങ്ങൾ സൈനികപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. യുദ്ധം ദീർഘകാലത്തേക്ക് നീളുമ്പോൾ ആഭ്യന്തര വിമർശനങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദവും ഒരുപോലെ ഉയരാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകളും ഉയർത്തുന്നത്. അവശ്യമായ ഇറാൻ ഇങ്ങനെ ആയാൽ ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ തള്ളുമെന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ വക ഭീഷണി എത്തിയത്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇരുപക്ഷവും അതായത് രണ്ട് പക്ഷക്കാരും സൈനിക കേന്ദ്രങ്ങളിലും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഈ സംഘർഷം ഒരു പരിമിത യുദ്ധത്തിൽ നിന്നും വ്യാപകമായ പ്രാദേശിക സംഘർഷത്തിലേക്ക് വളരാനുള്ള സാധ്യതയാണ് ഈ മുന്നിൽ രൂപപ്പെടുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലിന് അമേരിക്ക നിർദ്ദേശം നൽകിയ ഇറാൻ അത് പാടെ തള്ളുകയും ചെയ്തു. താൽക്കാലികമായി സമാധാനത്തിന് പകരം യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ മൂലകാരണം പരിഹരിക്കപ്പെടാതെ ഇടക്കാല കരാറുകളൊക്കെ താല്പര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. കാരണം എന്താണോ കാരണം അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അല്ലാതെ നടുക്ക് വന്നിട്ട് ഇതാണ് യുദ്ധം വന്നതിന് കാരണം എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാനല്ല. എന്താണ് മൂലകാരണം അത് അവസാനിപ്പിക്കാനാണ് ഇറാന്റെ താല്പര്യം. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ അതീവ ജാഗ്രതയിലാണ്. ഓരോ സൈനിക നീക്കവും കേവലം പ്രാദേശികമായ പോരാട്ടങ്ങളല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ രൂപപ്പെടുന്ന ഈ ഒരു അനിശ്ചിതത്വം എണ്ണവിലയെയും രാജ്യത്തെ വ്യാപാരത്തെയും തകിടം മറിക്കുന്ന നിലയിലാണ്. നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്നത് സൈനികമായ കടന്നാക്രമണങ്ങൾ വർദ്ധിക്കുന്നതും ഇക്കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ലോകശക്തികൾ തമ്മിലുള്ള ചേരിതിരിവ്, പ്രാദേശിക ആധിപത്യത്തിനായുള്ള പോരാട്ടവും ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം പക്വതയോടെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയുടെ ഭാവി നിർണയിക്കുക. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന സാഹചര്യത്തിൽ സമീപനവും ക്രിയാത്മകവുമായ ചർച്ചകൾ മാത്രമാണ് ഒരു ഏക പോംവഴി എന്ന തരത്തിലുള്ളത്.